ഹലോ, നമസ്കാരം. ഇതൊരു ഡിഷ് ഗാർഡനാണ്. കാക്ടസും സക്കുലൻസും ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡിഷ് ഗാർഡൻ. ഡിഷ് ഗാർഡൻ ചെയ്യുന്നത് ഒരു ആർട്ടാണ്. വളരെ പതുക്കെ വളരുന്നതുകൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അതേ ഡിഷിൽ വർഷങ്ങളോളം നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ട്രിവാൻഡ്രം അഡീനിയംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഷ് ഗാർഡൻ സെറ്റിങ്സും അതിൻ്റെ പോട്ടിംഗ് മിക്സും ഒക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇന്ന് നമ്മോടൊപ്പം അനില ചേരുകയാണ്. ഇന്ന് നമുക്ക് 3 തരം ചെടികളുടെ അറേഞ്ച്മെൻറ്റ്സും അതിൻ്റെ പോട്ടിംഗ് മിക്സും പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഡിഷ് ഗാർഡൻ ചെയ്യാനുള്ള പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. രണ്ട് ഭാഗം കോക്കോ ചിപ്സ്, 1 ഭാഗം കൊക്കോ പീറ്റ്, 1 ഭാഗം വെർമി കമ്പോസ്റ്റ്, പകുതി ഭാഗം പെർലൈറ്റ്, അത്രയും തന്നെ സിൻഡർ, ചെറിയ അളവിൽ എല്ലുപൊടി, അത്ര തന്നെ വേപ്പിൻ പിണ്ണാക്ക്. ഇത്രയും മിക്സ് ചെയ്താണ് നമ്മൾ പോട്ടിംഗ് മിക്സായി ഉപയോഗിക്കാൻ പോകുന്നത്. സിൻഡർ എന്ന് പറയുന്നത് കൽക്കരി കത്തിച്ച ശേഷം കിട്ടുന്ന കരിയാണ്. പെർലൈറ്റ് ആണെങ്കിൽ നാച്ചുറലായിട്ടുണ്ടാവുന്ന ഒരു മിനറലാണ്. ഇവ രണ്ടും കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ തരിയുള്ള ആറ്റുമണലും കരിക്കട്ടയും ചേർത്ത് ഉപയോഗിക്കാം. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നല്ല എയർ സർക്കുലേഷനുള്ള ലൂസായ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുക. 3 തരം ഡിഷ് ഗാർഡനുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. പല നിറങ്ങളിലുള്ള കള്ളിച്ചെടികൾ ഉപയോഗിച്ചുള്ള ഒരു ഡിഷ് ഗാർഡൻ നമുക്ക് ആദ്യം ചെയ്യാം. കാക്ടസ് മാത്രമായപ്പോൾ പോരാന്ന് തോന്നുന്നു. അതുകൊണ്ട് അതേപോലെ വെയിൽ വേണ്ടുന്ന 2-3 സക്കുലൻ്റ് കൂടി ആഡ് ചെയ്യുകയാണ്. കുറച്ച് പെബിൾസ് ഒക്കെ ടോപ്പിംഗ് ആയി ഇടാം. മിനിയേച്ചേഴ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയാക്കാം. പൊക്കം കൂടുതലുള്ള സക്കുലൻസ് ഏറ്റവും പിന്നിൽ നമുക്ക് വയ്ക്കാം.
ഈ അറേഞ്ച്മെൻറ്റിൽ കുറച്ച് വെയിൽ ആവശ്യമുള്ള സക്കുലൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കെയറൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മുൻപോട്ട് കുറച്ചു ഹാങ് ചെയ്ത് വളരാൻ ഒരു ഹാങ്ങിങ് സക്കുലൻ്റ് കൂടി നടാം. ഇതിൻ്റെ പേര് സെനേഷ്യോ പർപ്പിൾ ഫ്ലഷ് എന്നാണ്. തിക്നെസ് പോരാന്ന് തോന്നിയതുകൊണ്ട് 2 ചെറിയ സക്കുലൻസ് കൂടി വെച്ചു. പിന്നെ ഈ പോട്ടിംഗ് സോയിൽ കാണുന്നിടത്ത് കുറച്ച് പെബിൾസൊക്കെ ഇടുന്നുണ്ട്. ഇത് 1-2 മാസം കൊണ്ട് നല്ലപോലെ തിക്കായി ഈ പോട്ട് നിറയും. അപ്പോഴാണ് കാണാൻ കൂടുതൽ ഭംഗിയാവുക. ഇനി നമുക്ക് ഒരു സക്കുലൻ്റ് അറേഞ്ച്മെൻറ്റ് കൂടി ചെയ്യാം. ഈ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലോ ലൈറ്റിൽ വളരുന്ന സക്കുലൻസ് ആണ്. അതായത് ഡയറക്റ്റ് സൂര്യപ്രകാശമൊന്നും വേണ്ട. ഇതിൻ്റെയും കെയർ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രമാത്രം. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.